CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ രണ്ടാം പകുതിയിലെ ആദ്യ മത്സരത്തിൽ 1-3 ഗോളിന് പഞ്ചാബ് എഫ്സിക്കെതിരെ ഇന്ന് രാത്രി ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ആദ്യം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ചൊരു താരമായ മിലോസ് ഡ്രിൻസിച്ച് തന്നെയായിരുന്നു. ഡ്രിൻസിച്ചിന്റെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ജോർദാന്റെ ഇരട്ട ഗോളും കൂടാതെ ലൂക്കയുടെ ഒരു പെനാൽറ്റി ഗോളിൽ നിന്നുമായിരുന്നു പഞ്ചാബ് എഫ്സി വിജയം നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും 2024 കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ലീഗിലെ രണ്ടാം തോൽവിയാണിത്. വലിയ മാറ്റങ്ങളോടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്ന് നടന്ന പഞ്ചാബിനെതിരെ മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ജീക്സൺ സിംഗ് പുതിയ വിദേശ താരം ഫെഡോ സെർണിച്ചും ആദ്യ 11-ൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ കരുതലോടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കളിച്ചിട്ടുണ്ടായിരുന്നത്. ഉയർന്ന പാസിംഗ് ഗെയിമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 8-ാം മിനിറ്റിൽ ഡൈസുകെ ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്യുന്നതിന്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജാപ്പനീസ് താരത്തിന്റെ ഷോട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 24-ാം മിനിറ്റിൽ ഡൈസുകെ സക്കായുടെ ക്രോസിൽ നിന്നും രാഹുൽ KP ഹെഡ് ചെയ്തെങ്കിലും അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാഹുൽ KPക്ക് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 10-ാം സീസണിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാകുമായിരുന്നു അത്. തുടർന്ന് 31-ാം മിനിറ്റിൽ സലായുടെ ഗോൾ ക്ലിയറൻസ് സേവ് പഞ്ചാബിനെ ഗോൾ വയങ്ങിൽ നിന്നും രക്ഷപ്പെടുത്തി. തുടർന്ന് 39-ാം മിനിറ്റിൽ മിലോസ് ഡ്രിൻസിച്ച് ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടുകയും ചെയ്തു. ഡൈസുക എടുത്ത കോർണർ കിക്ക് ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തിയെങ്കിലും ഡ്രിൻസിച്ചിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടി വലയിൽ കയറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 43-ാം മിനിറ്റിൽ ജോർദാൻ നേടിയ ഗോളിലൂടെ പഞ്ചാബ് സമനില പിടിച്ച ശേഷം ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയതോടെ ആദ്യ പകുതി സമനിലയിൽ തന്നെ അവസാനിച്ചു. ഇതിനുശേഷം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പഞ്ചാബ് എഫ്സിയുടെ മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം 60-ാം മിനിറ്റിൽ ജോർദാൻ ഗിൽ എന്ന പഞ്ചാബിന്റെ സൂപ്പർ താരം അവർക്ക് വേണ്ടി രണ്ടാം ഗോളും സ്വന്തമാക്കി. മഹദി ബോക്സിലേക്ക് കൊടുത്ത ക്രോസ് സച്ചിൻ സുരേഷിന്റെ കയ്യിൽ തട്ടിയെങ്കിലും ജോർദാൻ ഹെഡറിലൂടെ അത് വലയിലാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം പഞ്ചാബ് എഫ്സിക്കായി ലൂക്ക എന്ന സൂപ്പർ താരം പെനാൽറ്റിയിൽ നിന്നും ഗോൾ കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ 3-1 എന്ന സ്കോറിലായി മത്സരം. ഈ ഒരു ഗോളോട് കൂടി തന്നെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ഒരു ആത്മവിശ്വാസം തകർന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ടൈം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഒരുപാട് ആരാധകർ കളിക്കളം വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓവറോൾ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് മിസ് പാസുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.